ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി മസാല ചിക്കൻ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തു, ഒരു 1/4 സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു മുറി ചെറുനാരങ്ങ നീരും ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രുചിയാണ്, അതിലേക്ക് മസാലയൊക്കെ ചേർന്ന് പിടിച്ചോളും. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് 2 വലിയ സവോള, 2 തക്കാളി ചെറുത്, വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി, ഒരു 1/4 മുറി നാളികേരം ചെറിയത് പാലെടുക്കാൻ വേണ്ടിയാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 വെള്ളുള്ളി, ഇത്രയുമാണ് വേണ്ടത്. ഇനി നമ്മൾക്ക് അതിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 2.5 സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളകും ഒരു 6 വറ്റൽ മുളക്, അതായത് കാശ്മീരി മുളകാണ് ഞാൻ ഇവിടെ ചേർത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളകും ചേർക്കാം. 3 കഷ്ണം പട്ട, 3 ഗ്രാമ്പു നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ മൊരിയിച്ചെടുക്കുക. ഒരു 1/2 സ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് നമ്മളൊന്ന് ശരിക്കും ഒന്ന് മൊരിയിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ തന്നെ ശരിക്കും ഒന്ന് മൊരിഞ്ഞ് തന്നെ കിട്ടണം. അപ്പോൾ ഈ ഘട്ടത്തിൽ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ചൂട് ഒരുവിധം ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ആ ഓയിലിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ കിട്ടും. അല്പം തരിതരിയായിട്ടുണ്ടാവും, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ അതും ചേർത്താലും മതി. ഇനി അതിലേക്ക് 2 സവാള ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്തു. പിന്നെ വെള്ളുള്ളി കട്ട് ചെയ്തതും ഇഞ്ചി കട്ട് ചെയ്തതൊക്കെ ചേർത്തു. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് തന്നെ ചേർക്കണം. പിന്നെ ഒരു 2 പച്ചമുളക് കൂടി കീറി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മസാല വറുക്കുന്ന സമയത്ത് നമ്മളതിലേക്ക് ഓയിൽ ചേർത്തുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ അല്പം കുറച്ച് ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സവോള ഈ ഘട്ടത്തിൽ വഴന്ന് വരുന്ന ഈ സമയത്ത് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് വഴന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഈ സമയത്ത് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചിക്കൻ മസാല ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. തികച്ചും നാടൻ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അത് ചിക്കൻ വേവാൻ ആവശ്യമായുള്ള കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ചിക്കനൊന്നും വെന്തതായിട്ടില്ല. ഈ സമയത്ത് ഏകദേശം ചിക്കൻ ഹാഫ് വേവാവുന്ന ഈ സമയത്ത് നമ്മൾ ആ മസാല നേരിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. മസാല ചേർത്ത് ചൂടായി വരുമ്പോൾ അതൊന്ന് പെരുകി വന്നോളും. ഇപ്പോൾ ആ മിക്സിയുടെ ജാറ് കൂടി കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. ഇപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ശരിക്കും ഒന്ന് ടൈറ്റായി വരും. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ അല്പം ഒന്ന് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. മസാലയൊക്കെ ഒന്ന് ശരിക്കും അതിൽ ചേർന്ന് പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നോളും. ഇതാ 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കണ്ട വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല അടിപൊളി ചിക്കൻ കറി, ഇവിടെ മസാല ചിക്കൻ ഗ്രേവി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്. ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒരു 3 സ്പൂൺ ഉണ്ടായിരുന്നു, അതുകൂടി ചേർത്തു. ഇനി നമുക്കൊരു 1-2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കുറുവണ്ട, ഇത് ഏകദേശം ഒന്ന് നമ്മൾ ഇതേ ഒരു കണ്ടീഷനിൽ തന്നെ മതി. ഇപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒരു മസാല ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം. നമ്മൾ അധികം പൊടികളോ ഒന്നും ചേർത്തിട്ടില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ. ഗരം മസാലയൊക്കെ നമ്മൾ അതിൽ തന്നെ വറുത്ത് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു നാടൻ സ്റ്റൈലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് തൂവിയിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി നമുക്ക് അടച്ചു വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ചിക്കൻ കറിയൊക്കെ നല്ലപോലെ കുറി ശരിക്കും ഒരു മസാല ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറെ പ്ലേറ്റിലേക്ക് പാർത്തി കൊടുത്തു.
അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് മാഗി ക്യൂബോ സോസോ ഒന്നും ചേർക്കാതെ ഇതേപോലെ നാടൻ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഇന്ന് ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്